ഹായ്, നമ്മുടെ CMA സ്റ്റുഡൻസിനെ ഇന്നലെ പ്രസിഡന്റിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കുട്ടികളായിട്ട് ഷെയർ ചെയ്യാൻ, കുട്ടികൾക്ക് മാത്രമല്ല മെമ്പേഴ്സിനും CMAയുടെ മൊത്തം കാര്യങ്ങളെക്കുറിച്ച് ഒരു 1.5 മണിക്കൂറോളം ഉള്ള ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതിൽ നിന്ന് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ അത്യാവശ്യം മെമ്പേഴ്സിന് ഉപകാരപ്പെടുന്നതുമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പുഷ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളിൽ കുട്ടികൾക്ക് ഡൗട്ടുള്ള കുറേ കാര്യങ്ങളും എല്ലാത്തിനും കൂടി ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് വളരെ മിനിമം ഇതാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോയുടെ അവസാനം പ്രസിഡന്റിൻ്റെ സ്പീച്ചിൻ്റെ ഒരു 10-13 മിനിറ്റുള്ള പോർഷനും കൂടി ഞാൻ അറ്റാച്ച് ചെയ്യും. മുഴുവനും കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം CMA എക്സാമിൻ്റെ ഡിസംബർ എക്സാം ഓൺലൈൻ ആയിരിക്കുമോ എന്നുള്ളതാണ്, ഡിജിറ്റൽ എക്സാം ആയിരിക്കുമോ എന്നുള്ളതാണ്. അതിൽ പ്രസിഡന്റ് പറഞ്ഞതിൽ 2 കാര്യങ്ങൾ ആണ് പറഞ്ഞത്. അത് ഒന്നുകിൽ ഹോം ബേസ്ഡ് എക്സാമിനുള്ള ഓപ്ഷൻ, അതായത് 2 ഓപ്ഷൻ തരും. ഒന്ന് ഹോം ബേസ്ഡ് എക്സാം, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എഴുതാം. രണ്ടാമത്തെ കാര്യം സെൻറ്റർ ബേസ്ഡ് എക്സാം, അതായത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്ററിൽ പോയിട്ട് എഴുതാനുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പ്രസിഡന്റ് പറഞ്ഞത്. പിന്നെ ഞാൻ തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൂടുതലായിരിക്കും. അത് തന്നെയാണ് ഇന്നലെ പ്രസിഡന്റ് പറഞ്ഞതും. വീട്ടിൽ വെച്ചിട്ടായാലും സെൻട്രൽ ബേസ്ഡ് എക്സാം ആയാലും ഫിസിക്കൽ എക്സാമിനേക്കാളും കൂടുതൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റുന്നതാണ് ഓൺലൈൻ എക്സാം എന്നുള്ളതാണ് പ്രസിഡന്റിൻ്റെ ഭാഷ്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫിസിക്കൽ എക്സാം എഴുതുന്നതിലും കൂടുതൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സോട് കൂടിയാണ് ഓൺലൈൻ എക്സാം നടക്കുക. ഇതൊന്ന് പരമാവധി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ 4 സർട്ടിഫിക്കേഷൻ അഡീഷണൽ പറഞ്ഞിരുന്നു. ഇൻ്റർനാഷണൽ ലെവലിലുള്ള 3 സർട്ടിഫിക്കേഷനും പിന്നെ ഇന്ത്യയിലുള്ള GST ഫയലിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ്, TDS ഫയലിംഗ്, PFൻ്റെ ഫയലിംഗ്, ESI ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഡീഷണൽ ക്ലാസ്സും കാര്യങ്ങളും പുതിയ കുട്ടികൾക്ക് ഓഗസ്റ്റ് 2011 ശേഷം 11 ഓഗസ്റ്റ് 2020 ശേഷം രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് 4 അഡീഷണൽ സർട്ടിഫിക്കേഷൻ വിത്തൗട്ട് ഫീസ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, നോർമലി ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് 2020 ഓഗസ്റ്റ് 11 ശേഷം രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കാണ് അതിൻ്റെ ആനുകൂല്യം കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചാപ്റ്ററുകളുടെയും കുട്ടികളുടെയും റിക്വസ്റ്റ് മാനിച്ചിട്ട് 2020 ഫെബ്രുവരി മുതൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ അതിൻ്റെ കൗൺസിലിൻ്റെ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ 2020 ഫെബ്രുവരി മുതൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കും അതിൻ്റെ ആനുകൂല്യം കിട്ടും എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഊഹിക്കാം 2020 ഫെബ്രുവരിക്ക് ശേഷം രജിസ്റ്റർ ചെയ്ത കുട്ടികൾ. ഈ ഫെബ്രുവരി എന്നുള്ളത് ഞാൻ പ്രസിഡന്റ് പറഞ്ഞ കാര്യം അതേപോലെ പറഞ്ഞതാണ്. അത് കൗൺസിൽ മീറ്റിങ്ങിൽ വെച്ചിട്ട് കൗൺസിൽ അംഗീകരിക്കുകയാണെങ്കിൽ അത് ഫെബ്രുവരി മുതൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഓഗസ്റ്റ് 11 മുതൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ആ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. 3 ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനും 1 നമ്മുടെ നാട്ടിലുള്ള ഓൺലൈൻ റിട്ടേൺ ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഓൾറെഡി പറഞ്ഞാണ്. ഒന്ന് മൈക്രോസോഫ്റ്റിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, SAPയുടെ 60 മണിക്കൂറിൻ്റെ ക്ലാസ് സർട്ടിഫിക്കറ്റ്, പിന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്. ദെൻ അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ലൈവ് അവൈലബിൾ ആണ്. അതൊരു ചാപ്റ്റർ വൈസ് തന്നെ നടത്തുമെന്നുള്ള രീതിയിലാണ് അടുത്തൊരു അനൗൺസ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഗോ ഗ്ലോബൽ. CMA എന്ന് പറയുന്നത് ഗോ ഗ്ലോബൽ. നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ടും CMA കോഴ്സ് ചെയ്യാനും അവിടെ ഇരുന്ന് തന്നെ എക്സാം എഴുതാനും, അതായത് വിദേശത്തുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ വന്ന് എക്സാം എഴുതുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഓൺലൈൻ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നാൽ 2023 ആകുമ്പോഴേക്കാണ് ഗോ ഗ്ലോബൽ എന്നുള്ള പ്ലാൻ വർക്കൗട്ട് ചെയ്തത്. പക്ഷേ നമ്മുടെ കോവിഡ് വന്നപ്പം എല്ലാ പ്ലാനും മുൻകൂട്ടി ഇങ്ങോട്ടാക്കി. അപ്പോൾ ഇനി മുതൽ ഗോ ഗ്ലോബൽ, ലോകത്ത് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് എന്ത് ചെയ്യാം, CMA എക്സാമിന് രജിസ്റ്റർ ചെയ്യുകയും അവിടെ തന്നെ ഇരുന്ന് എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ നമ്മൾക്ക് കുറച്ച് ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒന്ന് ACCAയുമായി ബന്ധപ്പെട്ട ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയ IPA എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ CISI എന്ന് പറയുന്ന UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം, പിന്നെ ശ്രീലങ്കൻ CMAയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ കുറച്ച് കോഴ്സുകളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ വേറൊരു സന്തോഷ വാർത്തയുള്ളത്, ഈ ഇൻ്റർനാഷണലി ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ഒരു കോഴ്സിൻ്റെ റെക്കഗ്നീഷൻ ബെഞ്ച് മാർക്ക് ചെയ്യുന്ന നാറിക് എന്ന് പറഞ്ഞിട്ട് UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ CMA കോഴ്സും കൂടി അവരുടെ ബെഞ്ച് മാർക്കിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് CMAനെയും കൂടി ഇവാലുവേറ്റ് ചെയ്ത് CMAയും ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സാണെന്നൊക്കെ ആ ഒരു കോഴ്സിൻ്റെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് എന്ന് ബെഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാറിക് UK എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അത് ഒഫീഷ്യലി ഈ മാസം തന്നെ ഡിക്ലെയർ
ഇൻസ്പയർ ചെയ്യുമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലും CMAക്ക് വാല്യൂ ഉണ്ട്. ആ വാല്യൂ പ്രകാരം ലോകത്ത് എവിടെ ഇരുന്ന് എക്സാം എഴുതാം. അതേപോലെ UK-യിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഏജൻസി ആണ് ഓരോ കോഴ്സിനെയും വാല്യൂ ചെയ്യുന്ന ഒരു ഏജൻസി, NARIC എന്ന് പറഞ്ഞിട്ടുള്ള ആ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലും ഒരു റെക്കഗ്നിഷൻ കൂടും. പിന്നെ പ്രസിഡന്റ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എംപ്ലോയബിലിറ്റി സ്കില്ല് കൂട്ടുക എന്നുള്ളതാണ്. എംപ്ലോയബിലിറ്റി മീൻസ് നമ്മൾ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും എംപ്ലോയബിൾ സ്കില്ല് ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ 4 സർട്ടിഫിക്കേഷൻ. അത് വിത്തൗട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പക്ഷേ 2011 ഓഗസ്റ്റ് 11 ശേഷം രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇൻ്റർമീഡിയറ്റിൻ്റെ ഫീസ് വരുന്നത് 22,000 ആണ്. നിലവിൽ അത് 20,000 ആയിരുന്നു, 22,000 ആക്കി മാറ്റി. ഫൈനലിൽ 17 എന്നുള്ളത് 25 മാറ്റി. അപ്പോൾ ഇൻഡയറക്ട്ലി ഒരു തരത്തിൽ ഫീസ് ഹൈക്കുണ്ട്. എന്നാലും ഈ പറഞ്ഞ 4 സർട്ടിഫിക്കേഷൻ നമ്മൾ ഇൻഡിവിജ്വലി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ലൊരു പൈസ എക്സ്ട്രാ വരും. അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക. പിന്നെയുള്ളത് മെമ്പേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്, ഞാനിവിടെ പറയുന്നില്ല, നമ്മൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾക്ക് സ്പീച്ചിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ പ്രസിഡൻറ്റിൻ്റെ സ്പീച്ചിൻ്റെ പാട്ടും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക. അത്യാവശ്യം കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഇങ്ങോട്ട് എടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് എന്ത് ചെയ്യുക, പുഷ് ചെയ്യുക. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഞാനൊരു GST സീരീസ് ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ ഒന്ന് അത് കാണുക. വളരെ ചെറിയ 5-10 മിനിറ്റുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാമിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, MCQ ഒക്കെ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്യുക. Anyway, thank you. It will take a couple of days when the platform will be ready, and you will be able to make application through our website systems. Within the member services, now International Affairs Department is headed by Dr. Ashish Thatte, and the International Affairs Department has already entered into various MOUs and mutual recognition agreements with foreign countries, which include the CCA UK, IP Australia, ICMA Sri Lanka, CISI, Chartered Institute for Security Investments UK, Chartered Institute Public Finance UK, and further we are in process of one of the robust plan I share with you shortly. I'm here happy to inform that Dr. Ashish Thatte, who's a council member and the chairman of the International Affairs Committee, during the year got elected to the Member Development Committee, MDC, of the CAPA, Confederation of Asian and Pacific Conference, for a period of 4 years. There is definitely we got a moral boost when our member is elected to a robust body of the CAPA. I'm also proud to share that CMA Dr. PVS Jagannath Rao, former council member and who was the immediate past president of the South Asian Federation of Accountants under SAAC, has assumed the office after conclusion of the term of a president. From this 1st January, he has assumed the office as an advisor to SAPA. As regards one more important announcement regarding the future foreign recognitions, to see that the cost accountants opportunities are expanded in foreign jurisdictions, we at the institute took up the matter with NARIC UK, NARIC UK, so that the benchmarking of CMA qualification can be done. And this is in respect of UK and UAE education systems. This body is a renowned UK national agency responsible for providing information and expert opinion on qualifications and skills worldwide. I'm happy to inform NARIC UK has completed their study, and the benchmarking results will be announced within this month only, and it will open a much more recognition doors across the world. The second announcements of the elements I would like to discuss the happenings in the second major domain of the institute, that is the student activities. COVID brought the online classes. This we normally see in our school, colleges, universities, everywhere. But here we also brought online classes. It's not only the COVID which forced us. For months together, we had a plan of going global. How to cater to the foreign student, how to cater to the remote student who cannot travel, who cannot reach other, and who doesn't want to go for postal, also want to learn something. The online classes we were already planning in addition to our chapter region physical classes and in addition to the postal. The COVID brought that project, preponed that kind. And presently we have online classes for students, all subjects everywhere.
I'm happy to announce in the coming week, the same online classes will be made more robust. Subject-wise, topic-wise classes will be available as per the syllabus subject to ensure that the syllabus is completed by October so that the students are able to give excellent examinations in December. That online classes, subjective topics will be commencing this week only. Further, happy to inform that the online classes which we have started at the national level, central level, various regional council chapters also started that online classes. Now, some of my colleagues say, members and other suggestions come, sir, why the regions are going for online, the chapters going? We have the one national system. India is a diverse country, large number of states, large number of languages. Local language is extremely important to inform a student or discuss with a student or make him understand things. That's why we will be promoting more and more chapters and more regions should come for the online classes to support their regional students or local students. That are also going on. Yesterday, I had the privilege to announce the Southern India Regional Council online classes. To see that the student services are purely online. Few days back, we started with the portal eConnect student portal. If we go to the main website of the institute, it is the connect word is written and the state with the movement, we move there. We get number one, administrators of the students online, number two, the education facilities. Under the administration, going for the admission, going for the change of name, address, study material received not, and other admin matters at one platform. And the same place we have para B, which says of the educational facilities. Recorded online classes are available, videos, PPTs are available, old question papers solved are available, practice sessions are available, RTP are available. We have started last week online mock test facility also at that platform of the Student eConnect. Student can go and practice the questions or mock tests online, the question papers online also. Reason being, we are having first time in the history of the institute online examination from home for the foundation examination of our foundation student on 6th of September. That online examination from home means the student will be able to give examination from a laptop or a tablet or even from a mobile. Security is not the issue. Total security systems are available in the world. Security is better than the physical examination. That point I normally get that query, sir, but about security. These online exams are much more secure than the physical examinations. So we will be historically having the first examination on 6th January, and foundation examination is going to be the purely MCQ. To see that my students practice the MCQs and see the platform system, the online mock tests are already available at the student e-portal. Inter-final examinations will be in December. This attempt was shifted to December for the demand of the students and administrative conveniences, to see that all the students are able to appear and some people are not at inconvenience considering the COVID situation or considering the non-availability of infrastructure at home of the student, like a laptop not available or internet issues. So we postponed to December, where most probably we will be giving both the options of the online from home as well as online from the center-based examination. We will be going for that. Formal decision will be announced in the due course. We are working on that, so we are able to give both the facilities. So in this, whatever the student matter I've discussed, it is all credit goes to my wife, CMA Vishnu Vasoji, and chairman of certificate CAT committee, Certificate in Accounting Technician, another students committee, CMH Padmanavanji, for seeing that all such things are made in a proper practice sessions for the students, and the robust things are available for them. So today I have a pleasure in announcing a high level, global level employability skills for the intermediate students of the institute. It has been observed that in a professional courses, the students' results are at a certain level. How many students join, how many students pass, the large number of students definitely do not complete the professional examinations. We have a duty cast to see that my all students are employable at a very, very good level. But today I am announcing high level, a global level employability skills program, where we are going for the 4 programs with 4 original certifications
And all these programs will be without any charges from the intermediate students who will take admission from the current academic session from August 11th and onwards. First, I'll tell the courses, then I'll see the demand of the students. I'll discuss that also. The courses number one is SAP. The SAP training will be 60 hours training, the major training, and the 60 hour will be an additional by the Institute faculty. You will see that the SAP training is given to interested in a robust manner, and the original certification from a SAP will be issued. Definitely co-branded will be there. The original certification from the SAP Germany. The second employability skill course, which we are announcing for the 11th August intake students for intermediate, is the training Microsoft, that is the Word, Excel, PowerPoint, Access, and others, to see that their students are trained in this field, which will be convenient for them to join getting employability. And this certification will be the original from the Microsoft itself. The third employability course is from Cambridge University, which will teach soft skills and employability skills to my students of intermediate. And again, the certification will be the original from the Cambridge University. All certification will make co-branded with the original certification, co-branded with the CMA. And the fourth is filing of the online returns, which includes all the returns where the professional services are required. It starts with the GST, income tax return, TDS, PF, ESI. And it will be the renowned certification will also be issued in this case. This my inter student will now have 4 certification with the robust training mechanism, which is nationally and globally recognized. All the 3 are globally recognized. 4th is the online return, relevant to the Indian matter also. The online returns, I can say the Indian and the SAP Microsoft Cambridge is the world employability option will open for my intermediate students. I'm thankful to the chairman of Studies Committee, CMA, Vishnu Vasuji, for making this happen, and the whole council colleagues who have agreed to this fight. Now, after the students have already getting to know that these things are being started in the last 3-4 days, a couple of days, and the request is coming from the students of the chapters in the region and my colleagues also. Why we are giving this employability skill to the 11th August student, new batch student? What about the previous batch who took admission on 11th February? They are unable also, because the admission closed just on 10th August. They are also unable to go for the computer training, the normal computer training syllabuses which we have, because of the closures or the lockdown of the most of the places. Things have not started. So yes, the council will examine the request of the students and the chapters and the region and other colleagues to see that if can we extend this training to the previous batch students also. We will examine this at the council. I'll let you know. And going global, here I will be thankful to Dr. Ashish Thate and also CMA Vishnu Vasuji. Today, I have pleasure to announce CMA Going Global. I hereby announce admission open for global students for a batch of 11th August onwards. Global is a concept from where it has come. We normally see, the council noted that we are the second largest CMA body in the world. But why the normal general Indian student have the inclination to go for the foreign courses of a UK or a USA, other countries? Why a foreign student is not inclined to do our courses, maybe the Middle East and others? We could see that the major lacuna was how they will travel for the online examinations or for examination to India, how they will get the coaching. Now today we have already approved the online examination from home. Though for foundation we are going for 6th September, but interfinal is already approved. We were ready, but we postponed just to some looking at the admin matters and also student request. Now, considering that the examination from home is already approved and all system is ready, today my student from the globe, maybe the Middle East and other countries from the globe, can do CMA India also, the leading institution in the world. Their courses also. Our education is now also available online. The classes have started. So we have ensured that our online classes will continue, at least for foreign student. Our online examination will be there for foreign student, so that giving the convenience to a foreign student, online class and online examination, my foreign students will be able to go for the CMA India
qualification. Going global was a vision of this council to make it happen in next 3 years, but the period of lockdown preponed all the plans. I'm here also happy to inform that the institute in the history's first time history have started for the digital marketing